ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സനീഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്കാണ് ഞാൻ പോകുന്നത്. മാഡം, എൻ്റെ പേര് സനീഷ്. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി മാഡം. ഇതുവരെ കുട്ടികളായിട്ടില്ല. എൻ്റെ അച്ഛൻ 10 വർഷത്തിന് മുമ്പ് മരിച്ചുപോയതാണ്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. പുള്ളിക്കാരി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെയും എൻ്റെ അനിയത്തിയെയും വളർത്തിയത്. അനിയത്തി ഇപ്പോൾ വിവാഹം കഴിച്ച് ഡൽഹിയിൽ സെറ്റിൽഡാണ്. മാഡം, എൻ്റെ അമ്മ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞല്ലോ, പക്ഷേ മാതൃകാ അധ്യാപികയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്ക് പല മാറ്റങ്ങളും ഉണ്ടായി. അതിന് കാരണം അവരുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഭാര്യയും കുട്ടികളുമൊക്കെയുള്ള ഒരു സാറുണ്ട്. ആ സാറുമായിട്ട് അമ്മയ്ക്ക് ബന്ധമാണെന്ന് പറഞ്ഞ് സ്റ്റുഡൻസ്, അതും 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ്, അവിടെ എന്തൊക്കെയോ പോസ്റ്റർ പതിപ്പിക്കുകയോ എഴുതി വെക്കുകയോ മറ്റോ ചെയ്ത് ഒരു വലിയ പ്രശ്നം 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. അപ്പോൾ ഞാനും എൻ്റെ സഹോദരിയും കൂടെ അമ്മയെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ അമ്മ കരഞ്ഞു പറഞ്ഞു, ഇല്ല, എനിക്കങ്ങനൊന്നുമില്ല. എൻ്റെ ഭർത്താവ് മരിച്ച പിന്നെ നിങ്ങളെ രണ്ടുപേരെയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി. എനിക്ക് പുരുഷന്മാരോട് യാതൊരു താല്പര്യവുമില്ല. എനിക്കിനി ഭർത്താവും വേണ്ട. നിങ്ങളിനി നിർബന്ധിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാനൊരു പുരുഷനെ കണ്ണുകൊണ്ട് പോലും നോക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞു, അയ്യോ അമ്മ പാവം, അച്ഛനല്ലാതെ ആരും അമ്മയുടെ മനസ്സിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനിയൊരു വിവാഹം കഴിച്ചോളൂ. ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല. എനിക്ക് മാത്രം അന്ന് കല്യാണമായിട്ടില്ല. കാരണം ജാതകം, ജോലി, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മ തുടർന്നു, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമാണ് എൻ്റെ ലക്ഷ്യം. അതിനിടയ്ക്ക് എന്നെ കല്യാണം കഴിപ്പിക്കാനാണ് നിങ്ങൾക്ക് ധൃതി. എനിക്ക് ആ സാറുമായി ഒന്നുമില്ല. സാറ് പാവമാണ്, എൻ്റെ സഹോദരനെ പോലെയാണ്. ഞങ്ങളാണെങ്കിൽ ലൈബ്രറി ഒരു ദിവസം നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി ഞാൻ മേലേക്ക് കയറി. അപ്പോൾ ഞാൻ തെന്നി വീഴാൻ പോയി. ആ സമയത്ത് സാറിനെ ഒന്ന് പിടിച്ചു. അപ്പോൾ ഒരു ചെക്കൻ അവിടെ വന്നു. ആ ചെക്കൻ കണ്ടു. അപ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. എനിക്കുറപ്പാണ് ആ ചെക്കൻ പറഞ്ഞിട്ടാണ് അവിടെ എഴുതി വെച്ചത്. അല്ലാതെ മറ്റൊരു സ്റ്റുഡൻറ്റും ഇങ്ങനെ ചെയ്തില്ല. പക്ഷേ അന്നമ്മ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടിയില്ലല്ലോ. അത് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയെ ശിക്ഷിക്കില്ലേ? അതുമാത്രമല്ല, അതൊക്കെ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ സൈലൻ്റായി. ഏതോ പിള്ളേർ വികൃതി കാണിച്ചു. അങ്ങനെ ഞാൻ ആ പ്രശ്നത്തെ ഒതുക്കി തീർക്കുകയായിരുന്നു മക്കളെ എന്ന് പറഞ്ഞ് അമ്മ കണ്ണീർ പൊഴിച്ചു. അങ്ങനെ ഞങ്ങളത് വിശ്വസിച്ചു. എങ്കിലും എനിക്കൊരു സംശയമുണ്ടായിരുന്നു. തീയില്ലാതെ പുക ഉണ്ടാകില്ലല്ലോ. അമ്മമാരെ സംശയിക്കുക ശരിയല്ല. ഞാൻ പക്ഷേ ആ പയ്യനെ തപ്പിപ്പിടിച്ചു. അങ്ങനെ ഒരു ദിവസം 4 മണിക്ക് ആ ചെക്കനെ ഞാൻ പിന്തുടർന്ന് അവനോട് ചോദിച്ചു, മോനെ, ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെക്കൻ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, ചേട്ടാ, ഇതുപോലൊരു പ്രശ്നമുണ്ടായി. ഞാൻ കണ്ടതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടത് ഇങ്ങനെ വീഴുന്നതൊന്നുമല്ല. അവിടെ ചില പോപ്പോ സംഗതികളാണ് കണ്ടതെന്ന് ആ ചെക്കൻ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ നീ ഇപ്പോൾ കസേരയിൽ നിന്ന് വീണപ്പോൾ പിടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനൊരിക്കലും ആരോടും ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. അവർ കണ്ടു. അപ്പോൾ പിന്നെ അവരെല്ലാം കൂടെ ചർച്ചയായിട്ട് അവരാരോ തന്നെയാണ് എഴുതി വെച്ചത്. അത് ഇപ്പോൾ പാട്ടായി. പിന്നെ പല സമയത്തും മറ്റു പല കുട്ടികളും ഇങ്ങനെയുള്ള ചില ലീലാവിലാസങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അന്ന് ആരും ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് എന്ന് അവനും എന്നോട് പറഞ്ഞു. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ പിന്നെ അത് കുത്തിപ്പൊണ്ണാക്കാൻ പോയില്ല. കാര്യം നാണക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്കൂളിനും സ്റ്റുഡൻസിനും അമ്മയ്ക്കും ഒക്കെ നാണക്കേടാണ്. അതുകൊണ്ട് പിന്നീട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ആവശ്യമില്ലാതെ സാറിനോട് മിണ്ടാൻ പോകരുത്. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അങ്ങേർക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചോളാൻ പറഞ്ഞു. ദൈവമേ, നീ എന്തായി പറഞ്ഞത്? ഇങ്ങനെ നട്ടാക്കളിക്കാത്ത കാര്യങ്ങളൊന്നും നീ പറയരുത് എന്ന് പറഞ്ഞ് അമ്മ അന്നേരവും പൂങ്കണ്ണീര് പൊഴിച്ചു. പിന്നെ മനഃപൂർവ്വം ഞാനങ്ങ് മറന്നു മാഡം. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. ആ സമയത്ത് ഒരു ദിവസം അമ്മയുടെ മൊബൈൽ ഞാൻ എടുത്തു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ അപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നു. അമ്മയുടെ മൊബൈലിന് പാറ്റേൺ ലോക്കാണ്. ഞാനങ്ങനെയൊന്നും എടുക്കാറില്ല. എങ്കിലും പാറ്റേൺ എനിക്കറിയാം. അമ്മ ഞാനത് എടുക്കാത്തത് കൊണ്ട് അലക്ഷ്യമായി അവിടെ വെച്ചിട്ട് പോയതാണ്. പെട്ടെന്ന് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ മാഡം, നിറയെ മെസ്സേജ്, അതും വാട്സാപ്പിൽ. ഞാൻ ഓരോന്നായി തുറന്ന് വായിക്കാൻ തുടങ്ങി. അതിൽ ആ സാറുമായിട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. അതിവിടെ പറയാൻ കൊള്ളില്ല. അതുമാത്രമല്ല, അമ്മയുടെ ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു. നേരത്തെ പഠിപ്പിച്ചു വിട്ട പിള്ളേരാണ്. അവരുമായിട്ട് ചാറ്റുണ്ട്. അതിൽ ഒരു ചെക്കനോട്
ആ ഇന്നലെ അയച്ചെന്ന ഫോട്ടോ ഇല്ലയോ, ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഇന്ന് രാത്രിയാകുമ്പോൾ നീ എനിക്ക് ഫോട്ടോ അയച്ചു തരുമോ? അപ്പോൾ ചെക്കൻ ടീച്ചർ അയച്ചു തരണം. എടാ, ഞാൻ 50 വയസ്സൊക്കെ കഴിഞ്ഞുള്ള സ്ത്രീയല്ലേ, നീയല്ലേ പയ്യൻ. ഞാൻ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ? ടീച്ചറെ എത്ര കാലമായിട്ട് ചോദിക്കുകയാണ്. എടാ, നീ ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് പണ്ട് എൻ്റെ പേരിൽ ഒരു പേരുദോഷമുണ്ട്, അത് വെച്ച് വല്ലോ എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നീ ചോദിക്കുകയാണെന്നും. പണ്ടെന്താ ടീച്ചറിൻ്റെ പേര് പേരുദോഷം? അല്ലടാ, നിനക്കറിയില്ല, നീ പഠിക്കുന്ന കാലത്തൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം. അയ്യോ ടീച്ചറെ, അതൊന്നുമല്ല. അന്ന് തൊട്ടേ ടീച്ചറെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ടീച്ചർ സാരി ഉടുക്കുന്നത് നല്ല പ്രത്യേക ഭംഗിയിലാണ്. എന്താണ് എൻ്റെ സാരി ഉടുപ്പിൻ്റെ പ്രത്യേകത? അല്ല, ടീച്ചർ ഇങ്ങനെ സാരി ഞൊറിഞ്ഞ് കുത്തി, അപ്പോൾ അതിനിടയിലൂടെ പല സൂക്ഷ്മദർശിനികളും വെച്ച് ഞങ്ങൾക്ക് പല കാഴ്ചകളും കിട്ടി. ഞങ്ങളെന്ന് എന്താ പറഞ്ഞെന്നറിയാമോ? എന്താടാ പറഞ്ഞത്? ഇതേതാ ഈ നാഴിക്കിണർന്നോ? വൃത്തികെട്ടന്മാരെ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നടാ. എന്നോട് പിന്നെ സെയിൻ ടീച്ചറാണ് പറഞ്ഞത്. ടീച്ചറെ, ഇവിടെ സിൽക്ക് സ്മിതയെ പോലെയാണ് പിള്ളേർ ടീച്ചറെ കാണുന്നതെന്ന്. അത് കേട്ടപ്പോൾ ആദ്യം ഞാനങ്ങ് ഞെട്ടി. ഞാൻ രാത്രിയിൽ ഭർത്താവിൻ്റെ മാറിത്തറ ചാച്ചങ്ങ് കരഞ്ഞു. ചേട്ടനോട് അന്ന് ചോദിച്ചതാണ് എന്താണെന്നും. അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ സെയിൻ ടീച്ചർ തന്നെയാണ് പറഞ്ഞത്, പിള്ളേരങ്ങനെയൊക്കെ നോക്കുന്നത് ഒരു പുണ്യമാ ടീച്ചറെ, ടീച്ചർക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടല്ലേ എന്നും. പിന്നെ ഞാൻ ആ കാര്യങ്ങളൊന്നും അധികം ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവിനും പിള്ളേരെ നോക്കി മാത്രം കഴിയുകയായിരുന്നു. അതിപ്പോൾ ആ കാലമൊക്കെ കഴിഞ്ഞു പോലെ ടീച്ചറെ. ഇപ്പോഴാണെങ്കിലും എനിക്ക് ടീച്ചറിനോട് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇനിയിപ്പോൾ 60-70 വയസ്സായി കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നാ ചെക്കൻ പറഞ്ഞപ്പോൾ അമ്മ ചിരിക്കുന്ന സ്മൈലികളാണ് അയച്ചിരിക്കുന്നത്. ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്? വേറെ ചാറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ആ സാറിൻ്റെ വാട്സാപ്പ് മെസ്സേജും ഇതുപോലൊക്കെ ആയിരുന്നു. പിന്നെ അയാൾ ചോദിച്ചിരിക്കുകയാണ്, കല്യാണം കഴിയുമ്പോൾ ഞാൻ വീട് വിട്ട് താമസിക്കുമോ? ജോലിയുള്ള ഭാര്യയാണോ? വീട് വിട്ട് പോയി ടീച്ചർ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എന്നും എനിക്കവിടെ പൂക്കണി കണ്ടേനി എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴും അമ്മ എങ്ങനെ കുടുങ്ങിച്ചിരിക്കുകയാണ്. യോ സാറേ, എങ്ങനെയൊന്നും പറയില്ലേന്ന്. എല്ലാത്തിനും പ്രോത്സാഹനം കൊടുത്തിട്ട് പിന്നെ ഒന്നുമല്ലേ, എനിക്കൊന്നും അറിയില്ലേ, ഞാൻ ഒരു കൊച്ചുകുട്ടിയാണേ എന്ന് പറഞ്ഞ ടൈപ്പാണ് അമ്മയെന്ന് എനിക്ക് മനസ്സിലായി. പഠിച്ച കള്ളി, കായംകുളം കൊച്ചുണ്ണിക്ക് കഞ്ഞി വെച്ച് കൊടുത്തോളാണ് എൻ്റെ അമ്മയെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പക്ഷെ സ്വന്തം അമ്മയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാനും പോയില്ല. ഒരാളുടെ പ്രൈവസിയിലേക്ക് കയറി നോക്കുന്നത് അത്ര വലിയ ശരിയായ കാര്യമൊന്നുമല്ല. അങ്ങനെയാണ് അമ്മ തന്നെ കൊണ്ടുവന്ന ഒരു വിവാഹാലോചന. അതെനിക്ക് ഓക്കെ ആയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടു. അവൾക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ ആ കല്യാണം പെട്ടെന്ന് ജാതകമൊക്കെ ഒത്തുചേർന്ന് നടക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യയുടെ അമ്മ ഒരു പാവ സ്ത്രീയാണ്, അധികം സംസാരിക്കൊന്നുമില്ല, എല്ലാവരുടെ സ്നേഹമാണ്. പക്ഷേ ഭാര്യയുടെ അച്ഛൻ ഒരു അജാനുബാഹുവാണ്. എലിക്കുഞ്ഞിനെ പോലെയുള്ളൂ അയാളുടെ ഭാര്യ. അയാൾക്ക് തമ്മിൽ ഒരു ജോഡിപ്പൊരുത്തവും ഇല്ല. പക്ഷേ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഭാര്യ വന്നതിൽ പിന്നെ അമ്മയുടെ കാര്യത്തിലൊന്നും ഞാൻ അധികം കൈ കടത്താറില്ല. കാര്യം അവിടെ എപ്പോഴും ആളുകളുണ്ടല്ലോ, ഒന്നെങ്കിൽ ഞാൻ കാണും അല്ലെങ്കിൽ അവൾ കാണും. എന്തായാലും എപ്പോഴും ശബ്ദമുഖരിതമാണ് ഞങ്ങളുടെ വീട്. പിന്നെ അമ്മയുടെ ഇലാവിലാസങ്ങൾക്കൊന്നും ഞാൻ കാതോർത്തിട്ടുമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന് ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ഞാൻ പറയാം, ചേട്ടൻ എന്നോട് വഴക്കുണ്ടാക്കരുതെന്ന്. ഞാൻ ചോദിച്ചു, എന്താണ്, എന്തൊരു പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല, അമ്മയ്ക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്. അമ്മ വേറെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാനത് കേട്ട് ഞെട്ടി. ഇവളും ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചോ? എന്താടി അങ്ങനെ പറയാൻ? അല്ല, അമ്മ കുളിമുറി കയറിയിരിക്കുമ്പോഴേക്കും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആരുമായിട്ടോ. ഫോൺ കൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ അതിനകത്ത് കയറി സംസാരിക്കുകയാണ്. എന്നാൽ പുറത്ത് വെച്ച് വലിയ സംസാരമൊന്നുമില്ല താനും. വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊക്കെ സ്റ്റുഡൻസ് ഒക്കെ ഇഷ്ടം പോലെയില്ലേ, അതായിരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ രഹസ്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കാണുമല്ലോ. കുറേ പെൺ ടീച്ചർമാർ കൂടെ ഉണ്ടല്ലേ, പെണ്ണുങ്ങളവിടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രഹസ്യമല്ലേ, അത് നീ കേൾക്കണ്ടെന്ന് വെച്ചിട്ട് അകത്ത് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതല്ല ചേട്ടാ, വേറെ ചില കാര്യങ്ങളുമുണ്ട്. അതെന്താ, നീ അങ്ങ് തുറന്ന് പറ, ഇത്രയും പറഞ്ഞില്ലയോ? അതല്ല, ഞാനാണെങ്കിൽ അമ്മയുടെ റൂമിൻ്റെ അകത്ത് ഒരു ദിവസം ചെന്നതാണ്. ഞാൻ ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കഥക്ക് പാതി ചാരിയിട്ടിരിക്കുകയാണ്. ഞാൻ തുറന്ന് അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആരെയും കണ്ടില്ല. ഞാൻ അത് ചാരിയിട്ട് തിരിച്ചു പോന്നു. പിന്നെ വന്ന് അമ്മ എല്ലാം വിളിച്ചു നോക്കി, പക്ഷെ കണ്ടില്ല. പിന്നെ ഞാൻ ചെന്നപ്പോൾ ഓർത്തു അമ്മ ബാത്റൂമിലായിരിക്കുമെന്ന്. ഇറങ്ങിയോന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ റൂമിലേക്ക് ഒന്ന് ചെന്നു. ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടതുകൊണ്ട് ഇനി ബാത്റൂമിലെങ്ങാനും തെന്നി വീണതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ മുറിക്കകത്തേക്കൊന്ന് കടന്നു ചേട്ടാ.
ആ സമയത്ത് അമ്മ, എൻ്റെ രഘു സാറേ, സാറ് ഇപ്പം ഇവിടെ വരണമായിരുന്നു എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പഞ്ചവാദ്യത്തിന് താളക്രമങ്ങൾ പഠിക്കാം സാറേ എന്ന് പറഞ്ഞ് അലറുകയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സൗണ്ട് എനിക്ക് കേട്ടു. അകത്ത് എന്ത് മേളമാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ചേട്ടാ, അവിടുന്ന് ഞാൻ പെട്ടെന്ന് പോകുന്നില്ല. അവസാനം അമ്മ വിറകൊണ്ട് എന്തൊക്കെയോ കാളമാട് അമറുന്ന പോലെ അമറുന്നതും ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലായി അവിടെ എന്താ നടക്കുന്നതെന്ന്. ഈ പ്രായത്തിലും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കത് കേട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല പെരുത്തു. ഞാൻ ചേട്ടനോട് പറയാതിരിക്കുകയായിരുന്നു. പിന്നിപ്പോൾ ഒത്തിരി വട്ടം ഞാൻ പലതും കണ്ടു കഴിഞ്ഞപ്പോഴങ്ങ് പറഞ്ഞതാണ്. ചേട്ടൻ്റെ അമ്മയല്ലേ, അതുകൊണ്ട് എനിക്ക് കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ടൊന്നും പറയാനും വയ്യ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും എന്ത് പറയണമെന്നറിയാതെ ഒന്ന് വിരണ്ടു. കാര്യം ഭാര്യയോട് എല്ലാം അങ്ങ് പറഞ്ഞാലോ നോർത്തു. വേണ്ട, എൻ്റെ അമ്മയെ കുറ്റക്കാരിയാക്കണ്ട. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ എന്തെങ്കിലും ബന്ധത്തിൽ അകപ്പെട്ടതാകാം. അച്ഛൻ മരിച്ചിട്ട് ഇത്രയും കാലമായില്ലേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നല്ലൊരു ബന്ധമാണെങ്കിൽ ഇങ്ങനെ കുളിമുറി കയറുന്നിട്ട് ഇങ്ങനെ മറ്റേ പടത്തിലെ പോലെ ആ ആ എന്ന് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ ചേട്ടാ? അതുമാത്രമല്ല, അമ്മയുടെ കയ്യിൽ എന്തോ യന്ത്രമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്രയും കിടന്ന് അലറില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, യന്ത്രമോ? നീ എന്തായി പറഞ്ഞത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഹോസ്റ്റൽ മുറി വെച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ടും അതുപോലെ എന്തോ അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആകത്തില്ല, എനിക്കറിയാം. ഇതുപോലെ ഞങ്ങളുടെ അവിടുത്തെ ബാത്റൂമിൽ പെണ്ണുങ്ങൾ കിടന്ന് അട്ടഹസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടാ. ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ്? അമ്മയെ തടുക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് യന്ത്രമുണ്ടോ കയ്യിലും ചോദിക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ടില്ല കേട്ടില്ല എന്നടിക്കൂ. അപ്പോൾ അമ്മ ശരിയല്ലെന്ന് ചേട്ടൻ അറിയാൻ നേരത്തെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും ശരികേടായിട്ട് തോന്നുന്നില്ല. നമ്മളിപ്പോൾ എന്തിനാണ് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത്? അമ്മയാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് പേഴ്സണൽ സ്പേസ് ഇല്ലേ എന്ന് പറഞ്ഞ് ഞാനത് നിസ്സാരവൽക്കരിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. എങ്കിൽ പിന്നെ ഞാനും കുളിമുറി കയറി കുറേ പേരെ വിളിക്കട്ടെ. ഞാൻ നീ എന്തിനാണ് വിളിക്കുന്നത്? നിനക്ക് നിന്റെ ഭർത്താവുണ്ടല്ലോ. അമ്മയ്ക്ക് ഭർത്താവില്ലല്ലോ. എങ്കിൽ അമ്മയ്ക്ക് പുതിയൊരാളെ കണ്ടുപിടിക്കാം, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൾ വേറൊന്നും പറയാതെ ഒരു ദിവസം ഡൈനിങ് ടേബിൾ വെച്ചിട്ട്, അമ്മയ്ക്ക് ഇനി ഒരു ജീവിത പങ്കാളി വേണോ? എങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ പിന്നെയും കരയാൻ തുടങ്ങി. എന്താ മോളെ ഈ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെ നല്ല ജീവിതം കാണണം, നിങ്ങളുടെ കുഞ്ഞിനെ താലോലിക്കണം, നിങ്ങളുടെ കൂടെ കഴിയണം. എനിക്കാണെങ്കിൽ പുരുഷന്മാരോട് യാതൊരു ബന്ധവുമില്ല. നീയോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ഇവനായിരിക്കും പറഞ്ഞത്. പണ്ട് സ്കൂളിലങ്ങ് എന്തോ ഒരു സംഭവം നടന്നടി. അന്നോട്ട് ഇവരെന്നെ അങ്ങ് സംശയമാണ്. ഏതോ ഒരു മാഷിൻ്റെ പേര് പറഞ്ഞ് എന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. നിനക്കറിയാമോ, പണ്ട് തൊട്ടേ ഇല്ലേ എൻ്റെ സൗന്ദര്യമുള്ളത് കൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ടീച്ചർമാർക്കാണെങ്കിലും എന്നോട് അസൂയയാണ്. പലർക്കും എന്നോട് പ്രേമം ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും. അതുകൊണ്ട് ആ പേരുദോഷം ഇപ്പോഴും എനിക്ക് പോയിട്ടില്ല. അമ്മയ്ക്കിപ്പോൾ 50 വയസ്സൊക്കെ കഴിഞ്ഞല്ലോ. അതിനെന്താടി 50 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ സ്ത്രീത്വവും സൗന്ദര്യവും പോകുമോ? ഇപ്പോഴും എനിക്ക് ശല്യക്കാരുണ്ട്. അതുകൊണ്ടാണ് മോളെ ഇവൻ സംശയിക്കുന്നത്. അല്ലാതെ എനിക്കൊരു പുരുഷന്മാരെ വേണ്ട. എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയാനാണ് എനിക്കിഷ്ടം. ഒരു പേരുദോഷം ഗപ്പിക്കാനും ഞാനില്ല മോളെ, അതെൻ്റെ ജീവിതമല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഒരു കരച്ചിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആയുധ സജ്ജയായി നിന്ന എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് പടവാളങ്ങ് താണു വീണ് പോയി. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ ഉണ്ട്? അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ അമ്മ വലിയൊരു കള്ളിയാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട. അവരെന്തെങ്കിലും കാണിക്കട്ടെ, എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അന്നേരം നമുക്ക് പിടിക്കാം, അല്ലാതെ പേഴ്സണൽ കാര്യത്തിൽ നീ ഇടപെടരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യയെ ഞാൻ ബോധവൽക്കരിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അമ്മയുടെ രീതിയിൽ പല തരിടകളും പല സരിഗമയും പാടി അമ്മ നടന്നു. ഭാര്യയുടെ അച്ഛൻ എല്ലാ ആഴ്ചയും ഇവിടോട്ട് വരും. ചില ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുകയും ചെയ്യും മാഡം. ഒരു ദിവസം ഇവിടെ ഇഷ്ടംപോലെ റൂമുകളൊക്കെ ഉണ്ട്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഭാര്യയുടെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ നോർമൽ സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഭാര്യ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടി? അല്ല, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ അച്ഛൻ സത്യം പറഞ്ഞാൽ മറ്റു വീടുകളൊന്നും പോയി താമസിക്കില്ല, പുള്ളിക്കത് ഇഷ്ടവുമല്ല. പക്ഷേ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു ദിവസം ഇവിടെ രാത്രി ചെലവഴിക്കുന്നു. ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അത്ഭുതമായിട്ടാണ് തോന്നിയത്. പക്ഷേ ആദ്യം എന്താണെന്നറിയാമോ, എന്നോട് ഭയങ്കര വാത്സല്യമാണ്. ഞാനൊരു മകളല്ലേ ഉള്ളൂ, ബാക്കി 2 ആൺപിള്ളേരാണല്ലോ. അപ്പോൾ എന്നോട് ഇത്തിരി വാത്സല്യം പണ്ടേ കൂടുതലുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. പക്ഷേ എനിക്കിപ്പോൾ ഡൗട്ട് തോന്നുന്നു. എന്താ നിൻ്റെ ഡൗട്ട്? അല്ല,
അച്ഛനും അമ്മയും തമ്മിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള ഒരു സഹകരണ മനോഭാവമില്ല. ജസ്റ്റ് നോർമൽ സംഭാഷണം. പക്ഷേ ഇവിടെ തങ്ങുന്നത് അവരുടെ എന്തോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേട്ടാ? ഞാൻ ചോദിച്ചു, നീ എന്താ പറയാൻ പറ്റില്ല. രണ്ടുപേരും കള്ളത്തരമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അച്ഛന് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അമ്മ പണ്ടെന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് സൗന്ദര്യം പോരാന്നൊക്കെ പറഞ്ഞ് ചില ഈശാ പോശമൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു പ്രായപൂർത്തിയായവരാണ്, ഇത്രയും പ്രായമുണ്ട്, ഇനി എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കട്ടെ, നമുക്ക് ഇതിലിടപെടാതിരിക്കുന്നതല്ലേ നല്ലതെന്ന്. അപ്പോഴേക്കും എൻ്റെ ഭാര്യയ്ക്ക് അത് പറ്റില്ല. അല്ല, നോക്കണം, ഇനി വരുമ്പോൾ ഞാൻ പോയി നോക്കും, ഉറങ്ങാതിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കാണ് ഇപ്പോൾ സംശയരോഗം, അവർക്ക് ചിലപ്പോൾ ഒരു ബന്ധവും കാണില്ലെന്ന്, ഉണ്ടെന്ന് ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അവളെ സമാധാനിപ്പിച്ച് ഞാൻ ഉറക്കി. പിറ്റേ ആഴ്ച അവളുടെ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങാതിരുന്നു, ഞാനും കൂടെ ഉറങ്ങാതിരുന്നു. ഏകദേശം 12 മണി കഴിഞ്ഞപ്പോഴില്ലേ അവൾ വാതിൽ തുറന്ന് അവിടെ തന്നെ ഇരുട്ടത്തിരുന്നു. ഞാൻ ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ കേടാണ്, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ ഒരു 12:30 ആയപ്പോഴേക്കും അച്ഛൻ വാതിൽ തുറന്ന് അമ്മയുടെ വാതിലിൻ്റെ അടുത്തേക്ക് പോകുന്നത് അവൾ കണ്ടു. ആ സമയത്ത് അവൾ ലൈറ്റ് ഇട്ടു. ഞാനാണെങ്കിൽ വെള്ളം തിരക്കി പോയതാ എന്ന് അച്ഛൻ പറഞ്ഞു. വെള്ളം തിരക്കി പോവുകയാണെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് ഇടണം, ഇത്രയും നാളുടെ താമസിച്ചിട്ട് ലൈറ്റ് ഇടണം അച്ഛൻ അറിയില്ലേ എന്ന് പറഞ്ഞ് അവൾ ഒച്ചയിട്ടു. ആ ഒച്ച കേട്ട് ഞാനും ഇറങ്ങി ചെന്നു. പിന്നെ അമ്മ ഇറങ്ങി വന്നു. അപ്പോൾ അമ്മ, ആയോ വെള്ളം വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ എടുത്തു വെച്ചേനല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ അഭിനയിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ അനുസ്യൂതത നടക്കുന്നുണ്ടായിരുന്നു. ഇനി അത് പാടില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത്തിരി മുഖം കറുത്താണ് കയറിപ്പോയത്. എന്തായാലും അത് കഴിഞ്ഞതിൽ പിന്നെ അവളുടെ അച്ഛൻ പിന്നെ എന്തൊക്കെയോ ബിസിയാണെന്ന് പറഞ്ഞിട്ട്, ആ മോളെ ഈ വട്ടം വരാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാതിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നാൾ വന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യ ഗർഭിണിയായപ്പോഴാണ് വന്നത്. പിന്നീട് തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ആ സമയത്തൊന്നും ഞങ്ങൾ ഉണർന്നിരുന്നിട്ടും പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. അവളുടെ അച്ഛനും എൻ്റെ അമ്മയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവളങ്ങ് പറയുകയാണ്. അന്നിനി വെള്ളം എടുക്കാൻ ഇറങ്ങിപ്പോയതൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ പൊന്നുമാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം അച്ഛൻ വന്നു. എൻ്റെ ഭാര്യയ്ക്ക് പൊതുവേ ഗർഭിണിയായത് പിന്നെ ഉറക്കവുമില്ല. അവൾ പോയി കണ്ടുപിടിച്ചു. അച്ഛൻ അമ്മയുടെ മുറിലേക്ക് കയറിപ്പോയി. അന്ന് അവൾ ലൈറ്റൊന്നും ഇട്ട് ബഹളം ഉണ്ടാക്കിയില്ല. കയറിപ്പോട്ടെ, അതിനകത്ത് വെച്ച് പിടിക്കാമെന്ന് വെച്ച് കാത്തിരുന്നു. അവൾ പിന്നെ ഉറക്കത്തിൽ വന്നെന്നെ വിളിച്ചു, അകത്ത് കയറിയിട്ടുണ്ടെന്ന്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അകത്ത് വളരെ കിന്നാരം. യോ, ഇവിടെ ഇപ്പം 10 വട്ടം വന്നാൽ പോലും ഒരു വട്ടം നിന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമുക്ക് പുറത്ത് വെച്ച് എവിടെയെങ്കിലും കാണാമെന്ന്, വിളിച്ചാൽ മതിയല്ലോ, ഞാൻ വരാം. ലോഡ്ജോ എവിടാണെങ്കിലും മതി. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ടീച്ചറാ, ഭർത്താവില്ല, അവിടെ വീട്ടിലും കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞല്ലേ, ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ഷോ, അത് ശരിയാകില്ല. അന്നൊരു വട്ടം അവരുടെ വീട്ടിൽ പോയതല്ലേ, അപ്പോൾ അവൾക്ക് എന്നോടൊരു താല്പര്യം. കൊല്ലും, ഞാൻ ആരോടും താല്പര്യം എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. അവളല്ലെങ്കിലും ഇങ്ങനെയാണ്, നല്ല പുരുഷന്മാരെ കാണുമ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് തട്ടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മ കിന്നിരിക്കുന്നു. കിന്നാരം ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും തട്ടും മുട്ടും മേളം മുട്ടും മുട്ടും താളത്തിലേക്കായി മാഡം. ആ സമയത്ത് ഭാര്യ കയറി കഥകനങ്ങ് മുട്ടി. രണ്ടുപേരും കൂടി അവിടെ ഇത്തിരി ഒന്ന് വിറങ്ങലിച്ചെന്ന് തോന്നുന്നു. തുറന്നപ്പോഴേക്കും ഭാര്യ അകത്ത് കയറി കട്ടിലിൻ്റെ അടിയിൽ നിന്നും അച്ഛനെ പിടിച്ചു വലിച്ച് പുറത്തിട്ടു. ആ സമയത്ത് അവൾ നന്നായി ചൂടായി. അമ്മേ, എൻ്റെ അച്ഛനെ മാത്രമേ അമ്മയ്ക്ക് കിട്ടിയുള്ളൂ, വേറെ എത്ര പുരുഷന്മാരുണ്ട്, അമ്മയ്ക്ക് ധാരാളം കോൾ വരാറുണ്ട്. അതുമാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാർ വാട്സാപ്പിലുമുണ്ട്. 1, 2, 3, 4, 5 ആണോ? എന്തിനാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഒരു പാവമാണെന്നൊക്കെ പറഞ്ഞ് അവൾ കരയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തു. അറിയാതെ പറ്റിപ്പോയതാ മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ അന്ന് അവിടെ സ്വാതന്ത്ര്യപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയ്ക്ക് ഒരു സ്വതവേയുള്ള കഴിവുണ്ട്. പക്ഷേ അന്ന് ഭാര്യ നല്ലവണ്ണം പറഞ്ഞു. എനിക്ക് തിരിച്ച് ഒന്നും മറുപടി പറയാനില്ലായിരുന്നു. അവളുടെ അച്ഛൻ അന്ന് രാത്രി തന്നെ പോയി. പക്ഷേ മാഡം, പിറ്റേ ദിവസം ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഞാനിനി ആ വീട്ടിലേക്കില്ലെന്ന്. ഞാൻ ചോദിച്ചു അമ്മ എവിടെ പോവുകയാണെന്ന്. അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. മാഡം, എൻ്റെ അമ്മായച്ചൻ അവരുടെ അമ്മയെ ഉപേക്ഷിച്ച് എൻ്റെ അമ്മയുമായിട്ട് ഇപ്പോൾ നഗരത്തിൽ ഒരു ഫ്ലാറ്റ് വാടക എടുത്താണ് താമസം. രണ്ടുപേരെയും കണ്ട് ഒത്തിരി സംസാരിച്ചെങ്കിലും രണ്ടുപേർക്കും ആ ജീവിതത്തിലാണ് താല്പര്യം. പക്ഷേ എൻ്റെ ഭാര്യ ഇതോടുകൂടി അവളുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഭാര്യ പറഞ്ഞത് ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല, എന്നെ വേണ്ട, അവൾക്ക് കുഞ്ഞിനെ വളർത്തി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഇതുപോലൊരു അമ്മയുടെ മകനെ വേണ്ട എന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ കാണിച്ച കാര്യമാണ്, അമ്മയുടെ
പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് വട്ടാണ്, ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് സ്വന്തം ഭർത്താവിനെ മേക്കിട്ട് കയറുന്നത്, അവൾക്ക് ഭർത്താവിനെ നോക്കി അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടെ, ഇല്ലെങ്കിൽ വല്ല മുള്ളുമുരിക്കിൻ്റെ മുകളിൽ പോയി കയറ് എന്നുള്ള രീതിയിലാണ് അമ്മ പറഞ്ഞത്. ഇതിപ്പം ആരാണ് മുള്ളുമുരിക്കിൻ്റെ മുകളിൽ കയറേണ്ടതെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിയാണ് മാഡം. ഞാൻ ഭാര്യ എത്ര കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾ ഒട്ടും അങ്ങോട്ട് അടുക്കുന്നില്ല മാഡം. അവളും മാഡത്തിൻ്റെ വീഡിയോ കേൾക്കുന്നതാണ്. അവൾക്ക് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവളുടെ കഥയാണെന്നും. അതുകൊണ്ട് തീർച്ചയായിട്ടും മാഡം അവളൊന്ന് ഉപദേശിക്കണം, എങ്കിൽ അവൾ തിരിച്ചു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മോനെ, എനിക്കതറിയില്ല ഞാൻ ഉപദേശിച്ച അവൾ തിരിച്ചു വരുമെന്ന്. എങ്കിലും ഞാൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടക്കൂടുതലുകളോ ഉണ്ട്. ചില മനുഷ്യർക്ക് പ്രായമാകുമ്പോഴായിരിക്കും താല്പര്യം കൂടുന്നത്. ഒരു പുരുഷനിലോ രണ്ടു പുരുഷനിലോ ഒതുങ്ങി നിൽക്കില്ല. നിങ്ങളുടെ അച്ഛനും അതേപോലെ തന്നെ ധാരാളം കടലിൽ മുങ്ങിക്കുളിക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരിക്കാം. അതും ഈ പറഞ്ഞ പോലെ നടന്നില്ല. ആരും അറിയാതെയുള്ള പല ബന്ധങ്ങളും കാണുമായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി എന്താ പറയുന്നത്, രണ്ട് ബിന്ദുക്കൾ കൂട്ടിമുട്ടി എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും കൂടി ഒന്ന് കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി രണ്ടു പേരും മാങ്ങാണ്ടി പോലെയാണെന്ന്. അങ്ങനെ അവർക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട്. പ്രേമമോ അല്ലെങ്കിൽ ജീവിതമോ ഒന്നും ആയിരിക്കില്ല ലക്ഷ്യം. അവർ രണ്ടുപേരും കൂടെ വേറെ സ്ഥലത്ത് പോയിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കണം. കാര്യം അവർക്ക് രണ്ടുപേർക്കും ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി ഇഷ്ടമാണ്. അതാണ് അവരുടെ ഇഷ്ടത്തെ നമുക്ക് പിഴുതറിയാൻ പറ്റുമോ? അവരോട് പറഞ്ഞു, യാചിച്ചു, പക്ഷെ അവർ രണ്ടുപേരും ഇത് കൈക്കൊണ്ടില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നു, ഭർത്താവിൻ്റെ അമ്മ ശരിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അച്ഛനും സെയിം ആയിട്ടുള്ള തെറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് പറയാമല്ലോ, എൻ്റെ അമ്മയെ അങ്ങേരാണ് ഈ വഴിക്ക് കൊണ്ടുപോയത്, അപ്പോൾ നിന്നെ എനിക്ക് വേണ്ട, നിന്നെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് നിങ്ങളുടെ ഭർത്താവിനെ പറയാം. പുള്ളി ഇത് പറഞ്ഞില്ല. നമ്മുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മകനാണെങ്കിലും മകളാണെങ്കിലും സഹോദരനാണെങ്കിലും അവർക്ക് അവരുടേതായ സ്വഭാവമുണ്ട്. അത് നമ്മുടെ സ്വഭാവമാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ പലതും തേടി നടക്കുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ തേടി നടക്കുന്ന ഒരു സ്ത്രീ ആകണമല്ലോ. അപ്പോൾ അതിനത് ലോജിക്കില്ല. നിങ്ങളുടെ അച്ഛൻ തെറ്റുകാരനാണ്, ഇവരുടെ അമ്മയും തെറ്റുകാരിയാണ്. അപ്പോൾ അവരുടെ തെറ്റുകൾ നിങ്ങളിലേക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആയിരിക്കണം. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ അങ്ങനെയാണെന്ന്. പിന്നെ എന്തിനാണ് ഭർത്താവിനെ കുറ്റം പറഞ്ഞത്? അപ്പോൾ ഒരിക്കലും ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ വേറൊരാളെ വെറുക്കരുത്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഒരേപോലെ ദുഃഖിതരാണ്. നിങ്ങൾ രണ്ടുപേരും ഇതിൽ ഒരു രീതിയിലും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഭാഗം ക്ലിയറാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെറുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അവരെ മാതൃകയാക്കാതെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ നന്നായി ജീവിക്കുക. അവരെ തിരുത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ ശരിയായി തിരിച്ചു വരുമായിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ പാട്ടിന് പോകുമായിരിക്കാം. എന്തായാലും നിങ്ങളുടെ അമ്മയുണ്ട്, അതായത് ഈ ഭാര്യയുടെ അമ്മയുണ്ട്. അവരെയൊക്കെ നോക്കി നിങ്ങൾ രണ്ടുപേരും കൂടെ സുഖമായി നിങ്ങളുടെ കാര്യം നോക്കി നടക്കൂ. ഈ പ്രശ്നത്തിന് പേരിൽ പരസ്പരം ഉപേക്ഷിക്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ കുട്ടി, ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ സാന്നിധ്യത്തിൽ വളരേണ്ടതാണ്. ഇതേപോലെ ഒരു ശിഥിലമായ ഫാമിലിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരണോ? അതിനാവശ്യമില്ല. ഒന്ന് ആലോചിക്കൂ. ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഇതേപോലെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കാനുള്ളതല്ല. അതുകൊണ്ട് മോളെ, സ്നേഹമുള്ള ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് സന്തോഷമായി ജീവിക്കുക. അവരെവിടെയെങ്കിലും പോയിക്കോട്ടെ നീ.